എന്താണ് ഇവരുടെ പ്രത്യേകത? നമുക്കറിയാം 1990 കാലഘട്ടങ്ങളിൽ TV ആയിരുന്നു പ്രധാനം, അല്ലേ? എല്ലാ അമ്മമാരും പറയും TV ചില സമയത്തൊക്കെ ഓഫാക്കി വെക്കും, ഏത് നേരം TV കാണാമെന്നൊക്കെ പറയാം, അല്ലേ? 2000 ആയപ്പോൾ ഇന്റർനെറ്റ് വന്നു. 2010 ആയപ്പോഴേക്കും മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിൽ സുലഭമായി. അപ്പോൾ ഈ ജനറേഷൻ സെഡ് അല്ലെങ്കിൽ ജെൻസി ജനറേഷൻ കുട്ടികൾ ഇന്റർനെറ്റ്, മൊബൈൽ ഈ യുഗത്തിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ്. അപ്പോൾ അതില്ലാത്തൊരു കാലഘട്ടം അവർക്കറിയില്ല. ഇവരുടെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം ടെക്നോളജി ആയ കാരണം ഫാസ്റ്റ് ആയിരിക്കും. അവർക്കെല്ലാം സ്പീഡിൽ കിട്ടും, എല്ലാം നല്ല ഫാസ്റ്റായിട്ട് കിട്ടുക. നമ്മളില്ലെങ്കിലും അവർ നെറ്റിൽ കയറി ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യും. ആദ്യം കമ്പ്യൂട്ടർ ആയിരുന്നു, പിന്നെ മൊബൈൽ വന്നപ്പോൾ മൊബൈലിലായി. പണ്ട് TV ആയിരുന്നപ്പോൾ ഒരു സ്ഥലത്തേ ഇരിക്കുള്ളൂ, പക്ഷേ മൊബൈലൊക്കെ ആകുമ്പോൾ കയ്യിൽ കൊണ്ട് നടക്കാം. നമ്മളില്ലാത്ത സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഇല്ലെങ്കിലും അവർക്ക് അതിലൂടെ പല കണക്ഷൻസും വന്നു തുടങ്ങി. അതിൻ്റെ ഒപ്പം സോഷ്യൽ മീഡിയ വളർന്നു, ഫേസ്ബുക്കായി, ഇൻസ്റ്റാഗ്രാമായി, പല ലെവൽ കണക്ഷൻ, നമ്മളറിയാതെ ഉള്ള കുറേ കണക്ഷൻസ് വന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? കാരണം നമ്മൾ ജനിച്ച് വളർന്ന ഒരു കാലഘട്ടം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പലപ്പോഴും രക്ഷിതാക്കൾ അത് കമ്പയർ ചെയ്തിട്ടാണ് പറയാം, അല്ലേ? അത് രക്ഷിതാക്കളുടെ തെറ്റല്ല, നമുക്ക് അതിനുള്ള ട്രെയിനിങ് ഇല്ലാത്ത കാരണമാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നേരിടാം. പാരന്റിങ്ങിന്റെ കാര്യത്തിൽ ഒരു 3 ഫേസ് ഉണ്ട്. അത് ആദ്യത്തെ 5 വയസ്സ് വരെ നമ്മൾ നല്ല മാതൃകയാവണമെന്ന് പറയാം. കുട്ടികളെ നമ്മളെ കണ്ടു പഠിക്കണം. കാരണം ആ സമയത്ത് അവർക്ക് ഭാഷയൊന്നും അറിയില്ല. അവർ നമ്മളെ കേൾക്കും, അവർ നമ്മൾ കണ്ട് ആണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ ഒരു 10 വർഷം, ഏകദേശം ഒരു 15 വയസ്സ് വരെ നമ്മൾ അവിടെ കൂടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവിടെ നമ്മൾ അവരെ ഗൈഡാണ് ചെയ്യേണ്ടത്. അവിടെ കുറച്ച് ശാസനകളാവാം. പിന്നെ ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരൊരു സുഹൃത്തായിട്ട് കാണേണ്ടത്. അവിടെ നമ്മൾ രക്ഷിതാവെന്ന നിലയിലല്ല, അവിടെ ഒരു ഫ്രണ്ടായിട്ട് കാണേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മെന്ററായിട്ട്. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഒരു ഉദാഹരണം നമുക്ക് ഡ്രൈവിംഗ് എടുക്കാം. എത്ര പേർക്ക് ഇതിൽ ഡ്രൈവിംഗ് അറിയാം? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. ഡ്രൈവിംഗോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്ന ആൾക്കാരോ എത്ര പേരുണ്ട്? ഓക്കെ, വെരി ഗുഡ്. നമുക്കറിയാം ഈ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ ഒരു മാസ്റ്റർ ഉണ്ടാവും, അല്ലേ? ഈ മാസ്റ്റർ ആദ്യം എന്താ ചെയ്യുക? നമ്മളോട് പറയാം, നീ കണ്ടു പഠിക്കട്ടാ. ഇപ്പോൾ കാർ പഠിക്കുകയാണെങ്കിൽ ഇതാണ് ആക്സിലേറ്റർ, ഇതാണ് ബ്രേക്ക്, ഇടത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പറയാൻ മാത്രമല്ല നമുക്ക് കാണിച്ചു തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് പറയും, ഇനി നിങ്ങൾ ചെയ്തു നോക്ക്. നമ്മളോട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ പറയും, അല്ലേ? എന്നിട്ട് നമ്മളത് മാഷ് പറഞ്ഞ പോലെ നമ്മളത് ചെയ്യും. ചിലപ്പോൾ തെറ്റുമ്പോൾ മാഷ് ചിലപ്പോൾ ചീത്ത പറയും. ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ടെസ്റ്റ് ഉണ്ടാവും, ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ മാഷ് അവിടെ നമ്മളെ ശാസിക്കാൻ നിൽക്കോ? അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കാൻ നിൽക്കോ? അല്ലെങ്കിൽ നിർദ്ദേശം തരാൻ നിൽക്കോ? ഇല്ല. അവര് നമ്മളെ സ്വതന്ത്രരാക്കി നമ്മളുടെ ഒരു പാട്ടിന് വിടും, അല്ലേ? നമ്മൾ ചെയ്യാൻ അനുവദിക്കും. പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മാഷിനോട് ചോദിക്കും, എനിക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ ഇത് ശരിയാവില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അപ്പോഴാണ് ആ മാഷ് വരിക. ഇതേപോലെയാണ് പാരന്റിങ്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ആദ്യം നിങ്ങൾ നല്ല മാതൃകയാവുക, പിന്നെ അവർ കൂടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പിന്നെ അവർക്ക് വിട്ടുകൊടുക്കുക. ഐ ഡു, വി ഡു, യു ഡു. ആദ്യം ഞാൻ ചെയ്യും, പിന്നെ നമ്മൾ ഒപ്പം ചെയ്യും, പിന്നെ നിങ്ങൾ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബേസിക് തിയറി. ഇത് നമുക്ക് ഓരോ വയസ്സിനനുസരിച്ച് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇതിൽ പങ്കെടുക്കുന്നവരുടെ മക്കളുടെ ഒരു ഏജ് ഒന്ന് ടൈപ്പ് ചെയ്യുമോ? അപ്പോൾ കുറച്ചുകൂടിയും ആ രീതിയിലുള്ള ക്ലാസ് നയിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടിയും സ്ട്രെസ് അതിൽ കൊടുക്കുന്നത്. എല്ലാവരും ജെൻസിക്കാരാണോ കുട്ടികൾ? ഓക്കെ ഓക്കെ. ജെൻസി എന്ന് പറയുമ്പോൾ
ഇപ്പോൾ 13 മുതൽ 28 വയസ്സ് വരെയുള്ള കുട്ടികളായിട്ട് ജെൻസി ആയിട്ട് പറയാം, ജനറേഷൻ സെഡ്. അവർക്ക് ഇപ്പോൾ 13 മുതൽ 28 വയസ്സ്, അതായത് 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, പിന്നെ കല്യാണപ്രായമായ കുട്ടികൾ, കല്യാണം കഴിഞ്ഞ് ഉള്ള കുട്ടികൾ, അതുപോലെ ജോലി ചെയ്യുന്ന കുട്ടികൾ, അവരെല്ലാം ഈ ജെൻസിയിൽ പെടും. ഇപ്പോഴത്തെ ജെൻ ആൽഫ ആയില്ലേ. എന്തായാലും എല്ലായിടത്തും തിയറി ഏകദേശം സെയിം തന്നെയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഒരു 5 വയസ്സ് വരെ കുട്ടികൾ നമ്മളെ കണ്ടു പഠിക്കണം, കേട്ടു പഠിക്കണം. അപ്പോൾ ആദ്യത്തെ 1 വയസ്സ് വരെ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? ആദ്യത്തെ 1 വയസ്സ് വരെ കുട്ടികൾക്ക് കരയാനേ അറിയുള്ളൂ, അവർക്കൊന്നും ഭാഷ ഒന്നും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ കരച്ചിൽ മറുപടിയായിട്ട് അവിടെ ഓടിച്ചെല്ലുന്നു, അവർക്ക് വിശക്കാണെങ്കിൽ പാല് കൊടുക്കുന്നു, അവർക്ക് മലമൂത്ര വിസർജനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നു. ഇനി അവർ ചിലപ്പോൾ പേടിച്ചിട്ടാവാം, ചിലപ്പോൾ ശബ്ദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിച്ചിട്ടുണ്ടാവും അല്ലേ. ആ പേടി കാരണം നമ്മൾ അവരെ കംഫർട്ട് ചെയ്യും, ഒരു സാന്ത്വനം കൊടുക്കും അല്ലേ. ആദ്യത്തെ 1 വയസ്സ് വരെ ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത്. കാരണം ഇത് ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ എന്താ വരാ? ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതയാണ് എന്നൊരു ചിന്തയാണ് വരാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലിങ്ക്. ഇതിനെ പറയാം കണക്ഷൻ. നമ്മൾ കറക്റ്റ് ചെയ്യണ മുമ്പ് കണക്ഷൻ ഉണ്ടാവണം. ഇന്നത്തെ കാലത്ത് പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ നോക്കില്ല, നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കണം അല്ലേ. വലിയ കുട്ടികളുടെ കാര്യത്തിൽ ഇതാണ് നമ്മൾ നോക്കേണ്ട ആദ്യം. അതായത് നമ്മൾ ഡെയിലി അവരായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. ഡെയിലി 10-15 മിനിറ്റ്. പല രക്ഷിതാക്കൾ പറയും സമയമില്ല ഡോക്ടറെ, ജോലിക്ക് പോകണം, തിരക്കാണ്, അങ്ങനെ. പക്ഷെ ഡെയിലി നിങ്ങൾ സമയം ഒരു 10 മിനിറ്റ് കൊടുക്കണം. നമ്മൾ കണക്ട് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മളോട് സംസാരിക്കുക, നമ്മൾ അങ്ങോട്ട് സംസാരിക്കാണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വന്നാൽ ഭാഗ്യം, പക്ഷെ ഏറ്റവും നല്ലത് എന്താ? നമ്മൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുക. ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവരെ കുട്ടി 10-13 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി ഭയങ്കര റെബലാണ്, എന്നുവെച്ചാൽ ഭയങ്കര ചീത്ത പറയുന്നു, എന്നുവെച്ചാൽ കുറച്ച് മെച്ചുവറായ, നമ്മൾ പറയാം തൻ്റെ ഇടമുള്ള കുട്ടിയെന്നൊക്കെ പറയും. ആ കുട്ടിയുടെ അച്ഛൻ അമ്മോട് പറയാ, അവൾക്ക് എന്താ എന്നോട് മിണ്ടി കഴിഞ്ഞ? അപ്പൊ കുട്ടിയോട് ഈ കാര്യം കുട്ടി പറയും, അച്ഛനല്ല മൂത്തത്, അച്ഛനല്ല ഇങ്ങോട്ട് സംസാരിക്കണ്ടേ. അപ്പോൾ ഈ കാര്യം നമ്മൾ മാറ്റണം. കുട്ടികൾ ഇങ്ങോട്ട് വന്നില്ലേ, നമ്മൾ അങ്ങോട്ട് പോയി അവരായിട്ട് കണക്ട് ചെയ്യാൻ നോക്കണം. വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ. കാരണം നിങ്ങൾ നോക്കാം, നമ്മുടെ പേടി എന്താ? വേറെ ആൾക്കാർ അവരെ പൊട്ട സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കണക്ഷൻസ് വരാണ്ടിരിക്കാനും നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ അതിന് ഒരു റീപ്ലേസ്മെന്റ് ഇവിടെ കൊടുക്കണം. നമ്മളില്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും അല്ല. ഈ ഒളിച്ചോട്ടത്തിലൊക്കെ മിക്ക കേസിലും എന്താ സംഭവിക്കുന്നത്? രക്ഷിതാക്കൾ അവിടെ ഒരു കണക്ഷൻ സ്ഥാപിക്കുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും രക്ഷിതാക്കൾ അവരെ ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ഈ കണക്ഷനാണ് ആദ്യം വേണ്ടത്. അത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളായാലും വലിയ കുട്ടികളായാലും. ഓക്കെ. 1 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വയസ്സ് ആവുമ്പോഴേക്കും കുട്ടി ഡ്രസ്സ് ഇടാൻ പഠിക്കണം. അവൻ്റെ കുറച്ച് ചോയ്സുകൾ, അവന് തീരുമാനങ്ങൾ പറയാൻ പറ്റണം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഈ ഡ്രസ്സ് വേണം, എനിക്ക് ഈ ഷൂ വേണം, എനിക്ക് ഈ കളറ് വേണം എന്നൊക്കെ അവന് പറയാൻ സാധിക്കണം. അതുപോലെ ഷൂ ഇടാൻ പഠിച്ചിരിക്കണം. മലമൂത്ര വിസർജനം, ടോയ്ലറ്റിലേക്ക് പോകാൻ ടോയ്ലറ്റ് ട്രെയിനിങ് ശരിക്കും നടന്നിരിക്കണം. ഇത് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവന് കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമ്മൾ പറയില്ലേ പല ആൾക്കാർക്കും കോൺഫിഡൻസ് ഇല്ല. അതിൻ്റെ പല റൂട്ട് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഈ ചെറിയ പ്രായത്തിൽ അവർക്ക് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ ഒരു കുറവിലേക്കാണ് നയിക്കാറ്. അവർ പറയും ആ കാലഘട്ടത്തിൽ എനിക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു. നമ്മളിപ്പോൾ ആലോചിച്ചിരിക്കും എങ്ങനെയാ ആ കുട്ടിക്ക് അങ്ങനെയൊക്കെ പറയാണ്ട്, പക്ഷെ ആ ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്. ഒരു കുട്ടി പറയാണ്, അവരെ അമ്മയുടെ വയറ്റിലുണ്ടായ സമയത്ത് ഒരു ചിന്തയാണ് ആ കുട്ടിക്ക് വന്നത്. ആ അമ്മോട് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞു സത്യമായിരുന്നു. ഈ പെട്ടെന്ന് ഉണ്ടാവുന്ന കൺസെപ്ഷൻസിലൊക്കെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കും. കാരണം കുട്ടി നടന്നു തുടങ്ങി, 1 വയസ്സായപ്പോഴും കുട്ടി നടന്നു തുടങ്ങി. അപ്പോൾ കുട്ടി എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അവിടെ ആ സാഹചര്യം എന്ത് പറ്റും? നമ്മൾ അവരോട് എന്താ പറയുക? അരുത് എന്ന് പറയും അല്ലേ. ആ അരുത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ കുട്ടിയുടെ വളർച്ച അവിടെ മുരടിക്കും. ആ കുട്ടിക്ക്
ഇനീഷ്യേഷൻ, ഒരു കാര്യം ചെയ്യാൻ ഉള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല, പേടിയായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ആശാൻ പറയാണ്, എപ്പോഴും ചീത്ത പറയാണ്, ഇങ്ങോട്ട് പോലെ അങ്ങോട്ട് പോകരുത്, അരുത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ധൈര്യം ഉണ്ടാവില്ല, ഒരു കാര്യം ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇതന്നെ കുട്ടികൾക്കും സംഭവിക്കും. വലിയ കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ചില കാര്യം നമ്മൾ അവരെ ഏൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിന്ന് വരും. അവിടെ ശാസിക്കരുത്, അവിടെ അതിനുള്ള പരിഹാരം കണ്ടെത്താൻ നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വിടാം, പൈസ അവരെ കൊടുത്ത് വിട്ട് ഇന്ന സാധനം വാങ്ങിക്കാൻ പറയാം. അത് എന്തായാലും ചിലപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്സ് ഉണ്ടാവും, പൈസയുടെ കണക്കിൽ എന്തെങ്കിലും പറ്റും. ചില ആൾക്കാർ ചീത്ത പറയും. പിന്നെ ജന്മം ഉണ്ടെങ്കിൽ ആ കുട്ടി ആ കാര്യം ചെയ്യുമോ, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവുമോ? ഇല്ല. അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ആ കുട്ടിയോട് ചോദിക്കുക, എന്താണ് അവിടെ സംഭവിച്ചത്? കുട്ടിയോട് തന്നെ ഉത്തരം കണ്ടെത്താൻ നോക്കാം. അപ്പൊ കുട്ടി പറയും, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, എണ്ണി നോക്കും. അപ്പോൾ ആ കുട്ടിക്ക് ആ തെറ്റ് മനസ്സിലാവും. അടുത്ത തവണ ഈ കുട്ടി ആ തെറ്റ് ആവർത്തിക്കാണ്ടിരിക്കാൻ നോക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒപ്പം ഇരുന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആദ്യം കണക്ട് ചെയ്യുക, പിന്നെ ഒപ്പം ഇരുന്ന് അവരെ കൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ഇപ്പൊ ചില കുട്ടികൾ നേരം വൈകി വരും, അല്ലെ? നമ്മൾ പറയും 6 മണിക്ക് തിരിച്ചെത്തണം, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ നേരം വൈകിട്ട് എത്താം. അപ്പൊ നമ്മൾ പറയും, എന്നോട് പറഞ്ഞില്ലേ, എത്രയാണോ പറയണം എന്നോട് ഇങ്ങനെ നേരം വൈകി വരുന്നത്? കുട്ടി അത് കേൾക്കോ? അതേസമയം ചോദിക്കുക, എന്തുകൊണ്ടാണ് നീ നേരം വൈകിയ? അപ്പോൾ കുട്ടി ആ കാരണം പറയും, ഇന്ന കാരണം കൊണ്ടാണ്. ചിലപ്പോൾ കള്ളായിരിക്കും, എന്നാലും നമുക്ക് അവിടെ ഒരു കണക്ഷന്, ഒരു സ്പേസ് അവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ 3 വയസ്സായപ്പോഴേക്കും കോൺഫിഡൻസ് ആയി. പിന്നെ 3 തൊട്ട് 6 വയസ്സ് വരെ കുട്ടി കുറച്ചുകൂടി വലുതായി, സ്കൂളിലേക്ക് അടുത്ത വർഷം കടക്കുന്ന ഒരു പ്രായമാണ്. പ്രീ സ്കൂൾ പീരിയഡിലേക്കാണ് കുട്ടി വരുന്നത്. ഈ കാലഘട്ടത്തിൽ കുട്ടി കുറച്ചുകൂടി സംസാരിച്ചു തുടങ്ങും, കുട്ടി കുറേയും കൂടി ചിന്തിച്ചു തുടങ്ങും. അവന് കുറേ സംശയങ്ങളുണ്ടാവും. അവനെന്ത് ഇതെന്താ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും. ഈ സമയത്താണ് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്കൊരു കെണി ഒരുക്കി തരുന്നത്. എന്താ സംഭവിക്കാറ്? രക്ഷിതാക്കൾക്ക് പലപ്പോഴും സമയം ഉണ്ടാവില്ല ഈ ചോദിക്കുന്നതിന് എല്ലാത്തിനും ഉത്തരം പറയാൻ. എന്താ ചെയ്യുക? അവർ മൊബൈൽ ഫോൺ കൊടുക്കും, യൂട്യൂബ് കാണാനോ അല്ലെങ്കിൽ വല്ല പാട്ട് കേൾക്കാനോ. കുട്ടി എന്താ ചെയ്യുക? ഓരോ തവണ ഇത് ചെയ്യുമ്പോൾ കുട്ടി ട്രെയിൻഡ് ആവാണ്. എനിക്ക് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് കരച്ചിൽ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ആരാണ്? ഫോണാണ്. അവിടെ രക്ഷിതാവിനെ റീപ്ലേസ് ചെയ്തു. നമ്മൾ ഇത്ര വലിയൊരു തെറ്റ് ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഈ ഒരു ഏജിൽ കുട്ടികൾ പല സംശയങ്ങളും ചോദിക്കും. നമ്മൾ അതിന് തക്കതായ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അവിടെ ആ കണക്ഷൻ പോയ കണക്ഷൻ തിരിച്ചു പിടിക്കാൻ എളുപ്പമായിരിക്കില്ല. പല രക്ഷിതാക്കളും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഓക്കെ. അപ്പോൾ 3 മുതൽ 6 വയസ്സ് വരെ കുട്ടികൾ പ്രീ സ്കൂൾ ടൈമാണ്. ആ സമയത്ത് കുട്ടികൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കും, കുറച്ചുകൂടി ഇമാജിനേഷൻ, അവരെ ക്രിയേറ്റിവിറ്റി ഒക്കെ വരുന്ന സമയം ഇപ്പോഴാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ പ്രായത്തിൽ അവരെ പല കളികൾ പ്ലേ സ്കൂളിൽ വിടുന്നത് അതിനു വേണ്ടിയാണ്. അവിടെ പഠിപ്പിക്കുകയല്ല വേണ്ട, അവരെ പ്ലേ സ്കൂളിൽ വിടുക, കഥകൾ പറയുക, കഥകളുടെ ആശയം ചോദിക്കുക. ഒരു കഥ എന്ന് പറഞ്ഞു കൊടുക്കുക, എൻ്റെ അതിൽ ചോദിക്കുക, ഇതിലെന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അങ്ങനെ അവരെ ക്രിയേറ്റീവ് മൈൻഡ് ഡെവലപ്പായി വരും, അവർ ചിന്തിച്ച് തുടങ്ങും. ഈ വലിയ കുട്ടികളെ കൗൺസിൽ ചെയ്യുമ്പോൾ അവർക്ക് ഇമാജിനേഷൻ ഉണ്ടാവാറില്ല. അതിൻ്റെ കാരണം എന്താ? ചെറുപ്പത്തിൽ അവർ പഠിക്കാത്തതിൻ്റെ. പിന്നെ നമ്മളത് ട്രെയിൻ ചെയ്ത് ചില ആൾക്കാർ പറയില്ലേ, വലിയ ആൾക്കാർ പറയും, എനിക്കൊരു ഐഡിയ ഇല്ല ഈ കാര്യത്തിൽ, എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. അതെന്താ? ചെറിയ പ്രായത്തിൽ ഈ ക്രിയേറ്റീവ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാത്ത കാരണം. അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, പക്ഷെ ടൈം എടുക്കും. ഇനി 6 മുതൽ 12 വയസ്സ് വരെ കുട്ടി സ്കൂളിൽ കയറുന്ന ഒരു പ്രായമാണ്, അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യത്തെ ഒരു 5 വയസ്സ് വരെ നമ്മൾ നല്ല മാതൃകയാവണം. അത് കഴിഞ്ഞാൽ വീടുമാണ്, നമ്മൾ ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ 6 മുതൽ 12 വയസ്സ് വരെ കുട്ടികളെ പലതരം സ്കില്ല് പഠിപ്പിക്കുന്ന കാലഘട്ടമാണ്. എന്താ കാരണം? കുട്ടികൾ സ്കൂളിൽ പോവാണ്, അവിടെ പലതരം ഫ്രണ്ട്സ് ഉണ്ടാവും, പലതരം സ്കില്ലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, കോംപ്ലക്സ് അടിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പഠിക്കണം,
കളിക്കണം, ആർട്സ്, കല, ശാസ്ത്രം, ഗണിതം, എല്ലാ മേഖലയിലും കുട്ടികളെ ജസ്റ്റ് വിടുക. അവരതിൽ പങ്കെടുക്കട്ടെ. കലോത്സവം ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കട്ടെ, ഡാൻസ്, പാട്ട്, എല്ലാത്തിലും പോട്ടെ. അവരെ എല്ലാത്തിലും സ്കില്ല് ഉണ്ടാവട്ടെ. ഇത് ചെയ്തു കഴിഞ്ഞാൽ കമ്പാരിസൺ കുറയും. ഈ സമയത്ത് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളുടെ മാർക്കിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾ കമ്പാരിസൺ തുടങ്ങും. ആ കുട്ടിക്ക് മാർക്ക് വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ മുതലാളി അല്ലെങ്കിൽ മാനേജർ നിങ്ങളെ വേറെ ഒരാളെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾക്ക് വിഷമം തോന്നും, ചിലപ്പോൾ ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നും അല്ലേ? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണെന്നാണ് നമ്മൾ ഇത് തന്നെയാണ് കുട്ടികൾക്കും തോന്നുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കമ്പയർ ചെയ്യരുത്. കാരണം ആരും ഒരേപോലെ പോകുന്ന അല്ല, ആരുടെയും ജീവിതം ഒരേപോലെയല്ല. ഓക്കെ, അപ്പോൾ 6 മുതൽ 12 വയസ്സ് വരെ അവർക്ക് പലതരം സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ വലിയ കുട്ടികൾക്കും വേണം. വലിയ ആളുകൾക്ക് പലതരം സ്കില്ല് വേണം, പഠനം മാത്രമല്ല. അപ്പോൾ നമ്മൾ ആദ്യം 1 വയസ്സ് വരെ അവരുടെ ഉള്ളിൽ വിശ്വാസവും സെക്യൂരിറ്റി ഉണ്ടായി. ഒരു 3 വയസ്സായപ്പോഴേക്കും കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തു. 6 വയസ്സായപ്പോഴേക്കും ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തു. 12 വയസ്സായപ്പോഴേക്കും പലതരം സ്കില്ല് അവർ പഠിച്ചു. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ്, 12 മുതൽ 18 വയസ്സ് വരെ ഏതാണ് കാലഘട്ടം? ഒരു 7-8 ക്ലാസ് മുതൽ ഒരു നമ്മുടെ +2, +1, +2 കാലഘട്ടം വരെ അല്ലേ? നമ്മളുടെ കൗമാരം എന്ന് പറയുന്ന ഒരു പീരീഡാണ് അല്ല, പക്ക കുട്ടികളുടെ സ്വഭാവത്തിലും എല്ലാത്തിലും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ നല്ല രീതിയിൽ കണക്ഷൻ വന്ന ഒരു കുട്ടി അവരെ പാരൻസ് പറയുന്നത് കേൾക്കോ ഇല്ലയോ? ഒന്ന് ചാറ്റ് ബോക്സിലിടും. ആ കുട്ടിക്ക് വീട്ടുകാർ ഉണ്ടാവും എന്നൊരു ചിന്തയുണ്ട്. വീട്ടുകാർ എല്ലാത്തിനും എന്ത് സംഭവിച്ചാലും എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഉണ്ടാവും, എനിക്ക് എന്തും അവരോട് സംസാരിക്കാം, അവരെന്നെ ചീത്ത പറയില്ല. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? ആരും ഒന്നും അങ്ങോട്ട് പറയാത്തെന്താ? ചീത്ത കേട്ടിട്ടാണ് അല്ലെങ്കിൽ ചീത്ത ഭയന്നിട്ടാണ് അല്ലെ? ആ ഒരു ഫീലിംഗ് കുട്ടികൾക്കില്ലെങ്കിൽ അവരെന്തും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും അല്ലെ? പിന്നെ ആ കുട്ടികൾക്ക് സ്കില്ലുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ കുട്ടിക്ക് ഇനി അടുത്ത സ്റ്റെപ്പ്, അതായത് 18 ആകുമ്പോഴേക്കും അവർക്ക് അവരുടെ ലൈഫിന്റെ പർപ്പസ് മനസ്സിലാവേണ്ട ഒരു സമയമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് പഠിക്കണം, 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് കാരിയർ ചൂസ് ചെയ്യണം, സയൻസ് വേണോ മാത്സ് വേണോ? പണ്ടൊക്കെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടാണ് സയൻസ് ഗ്രൂപ്പ് അല്ലെ മാത്സ് അങ്ങനെയൊക്കെ ചെയ്തു അല്ലേ? അങ്ങനെയായിരുന്നു കാലഘട്ടം. ഇത് കുട്ടികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ അവരെ പലതരം പ്രൊഫഷനിൽ മീറ്റ് ചെയ്യാൻ നോക്കണം. അതായത് ഡോക്ടേഴ്സായിട്ട് കണക്ട് ചെയ്യണം, എൻജിനീയേഴ്സായിട്ട് കണക്ട് ചെയ്യണം, ടീച്ചേഴ്സായിട്ട് കണക്ട് ചെയ്യണം. ആ ജോലി എന്താണ്? ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ പല സ്ഥലത്തുണ്ട്. പലതരം ഇപ്പോൾ ഓൺലൈനൊക്കെ ആയ കാരണം അതിനുള്ള സംവിധാനമുണ്ട്. പലതരം ടെക്നീഷ്യൻസ് ഇവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, ആശയങ്ങൾ പങ്കുവയ്ക്കുക, ഡിസ്കസ് ചെയ്യുക. ആ ജോലിയുടെ മഹത്വം എന്താ, ആ ജോലിയിലെ പോരായ്മ എന്താണ്? നമ്മുടെ കോവിഡിന് ശേഷം പല ആൾക്കാരും കൃഷിയിലേക്ക് ഇറങ്ങി. ഒരു കാലത്ത് കൃഷി ഭയങ്കര നഷ്ടമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഓടിക്കാറ് ഓടിക്കുന്ന ഒരു കൃഷിക്കാരൻ നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് ഉള്ളത്. ആൾ നല്ല ഫേമസ് ആണ്, വെറൈറ്റി ഫാമർ എന്നാ പറയാം. കഷ്ടപ്പാടിൽ ജനിച്ചു വളർന്ന് പക്ഷെ ഓടിക്കാർ, ആൾക്ക് നല്ല രീതിയിൽ ആള് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ കോവിഡ് കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ പല IT-ക്കാർ കൃഷിയിലേക്ക് ഇറങ്ങിയതായിട്ട് പറയുന്നുണ്ട്. അവർ നല്ല ലാഭമുണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ജോലിയിലും നല്ലത് സംഭവിക്കാം, മോശം സംഭവിക്കാം. അതുകൊണ്ട് കുട്ടികളെ ഈ ഒരു കാലഘട്ടത്തിൽ പലതരം പ്രൊഫഷനായിട്ടുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ അനുവദിക്കുക. അതുമാത്രമല്ല, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക, നിന്റെ ആഗ്രഹങ്ങൾ എന്താണ്, നിന്റെ ഇഷ്ടങ്ങൾ എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് പറയാം, മോൻ ഒന്നും പഠിക്കില്ല. അപ്പോൾ വിശദമായിട്ട് ചോദിച്ചപ്പോൾ അവന് കണക്കിൽ നല്ല മാർക്കാണ്, ബാക്കിയുള്ളതിലൊന്നും അത്ര മാർക്കില്ല, പാസ്സാവണില്ലെന്ന് ചോദിച്ചു.
പാസ്സാവുണ്ട്, ടോപ്പറാണ്. പക്ഷെ അവൻ പുസ്തകം തുറന്നു നോക്കില്ല. അതാണ് അമ്മയുടെ കംപ്ലൈന്റ്. കുട്ടികൾ പല രീതിയിലും പഠിക്കും. ചിലവർ തലേദിവസം ഇരുന്ന് ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ പഠിച്ചു തീർക്കും. പക്ഷെ രക്ഷിതാക്കൾക്ക് എന്താ വേണ്ടേ? അവര് ഡെയിലി ഇരുന്ന് പഠിക്കണം. അതെല്ലാവർക്കും സാധ്യമാകുമോ? അവിടെ അവരെ സ്ട്രെങ്ത് ആണ് നമ്മൾ നന്നാക്കേണ്ടത്. അവർ ആ കാര്യം സൊല്യൂഷൻ ഉണ്ടാക്കണ്ടോ, പിന്നെ പേടിക്കണ്ട. പിന്നെ അവന് വേറെ സ്കില്ലുണ്ട്, അവന് ഫുട്ബോൾ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനിങ്ങിന് വിടാറില്ലേ? ട്രെയിനിങ്ങിന് വിടാറുണ്ട്, പക്ഷെ അവൻ അവിടെ ഇഷ്ടമല്ല. എന്താ കാരണം ചോദിച്ചപ്പോൾ അവിടെ അവർ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ? വേറെ നല്ല സ്ഥലത്ത് കൊണ്ടുവിടണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ കുട്ടിയുടെ എനർജി അവിടെ നഷ്ടപ്പെടും. ആ എനർജി കുറയുമ്പോൾ കുട്ടിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ചിലപ്പോൾ മൊബൈൽ അഡിക്ഷൻ അതുപോലത്തെ കാര്യങ്ങളിലേക്ക് കുട്ടി പോകും. കാരണം എല്ലാവർക്കും ഒരു കംഫർട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ വേണം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആരാണ്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താ എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണ് 12 to 18 ഏജ് ഗ്രൂപ്പിൽ. ഈ സമയത്ത് കുട്ടികൾക്ക് പലതരം ഒപ്പീനിയൻസ് ഉണ്ടാവും. അവർ പല ഡിസിഷൻസ് എടുക്കാൻ നോക്കും. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, എതിർക്കാൻ നിൽക്കരുത്. ചില വീഡിയോകളിലൊക്കെ കാണാറുണ്ട്, കുട്ടിക്ക് സയൻസ് ഗ്രൂപ്പ് ഇഷ്ടമില്ല, ഡോക്ടർ ആവണ്ട, കുട്ടിക്ക് വേറെ എന്തോ ഹ്യൂമാനിറ്റീസാണ് ഇഷ്ടം, വീട്ടുകാരുടെ നിർബന്ധത്തിൽ ഡോക്ടർ ആവാൻ പഠിക്കുക. ആ കുട്ടി എൻട്രൻസിനൊക്കെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. എന്നിട്ട് അവർക്ക് റിപ്പീറ്റ് ചെയ്തെന്ന് തോന്നുന്നു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ ഇഷ്ടപ്പെട്ട ഹ്യൂമാനിറ്റീസിലേക്ക് പോയപ്പോൾ, കാരണം വീട്ടുകാരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, കുട്ടി വെറുതെ സ്ട്രഗിൾ ചെയ്യുള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? പല കുട്ടികളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇതാണ്. അപ്പോൾ നമ്മൾ അവരെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, രക്ഷിതാക്കൾ അവരെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കണം. കാരണം എനിക്ക് സാധിച്ചില്ല, എൻ്റെ കുട്ടിയിലൂടെ അത് സാധിക്കട്ടെ എന്നാണ്. അങ്ങനത്തെ ഒരു ദ്രോഹം നമ്മൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അവരെ ഇഷ്ടങ്ങൾ നോക്കാം. നമുക്ക് പക്ഷെ അവരെ ഗൈഡ് ചെയ്യാം. നമുക്ക് അവരോട് ചോദിക്കാം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഇപ്പൊ നമുക്ക് ചില ആശങ്കകൾ ഉണ്ടാവും, ആ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ അവർ സക്സസ്ഫുൾ ആവോ ഇല്ലയോ? അപ്പോൾ നമ്മൾ അവരോട് തന്നെ ചോദിക്കുക, നീ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇതിന്റെ പോസിറ്റീവ്സ് എന്താണ്, ഇതിന്റെ നെഗറ്റീവ്സ് എന്താണ്? ഇത് മൊത്തം അവരോട് തന്നെ. അപ്പോൾ അവർ തന്നെ ചിലപ്പോൾ ഉത്തരം പറയും. അവർ തന്നെ ഉത്തരം പറയുമ്പോൾ നമുക്ക് അത്ര പ്രഷറൈസ് ചെയ്യേണ്ടി വരില്ല അത് മാറ്റണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ശാസിക്കാതെയാണ് കുട്ടിയുടെ തീരുമാനങ്ങൾ കുട്ടിയെ കൊണ്ട് ഇടിപ്പിക്കും. ആ കുട്ടിയെ നമ്മളെ ഇഷ്ടപ്പെടാതെ ഇരിക്കൂ. അവർക്ക് എന്താ മനസ്സിലാവുക? മൈ പാരൻസ് കെയർ മീ, അവർക്ക് എന്നെ ഇഷ്ടമാണ്, എൻ്റെ തീരുമാനങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യും. എന്ത് സംഭവിച്ചാലും എൻ്റെ പാരൻസ് എൻ്റെ കൂടെയുണ്ട്. ഈ കുട്ടി വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ തെറ്റായ പ്രവൃത്തിയിലേക്ക് പോകുമോ? സാധ്യത കുറവാണ്. ഈ കുട്ടി മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുമോ? സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 18 മുതൽ ഒരു 40 വയസ്സ് വരെ, പിന്നെ അവർ കോളേജിലേക്ക് പോയി പിന്നെ ജോലിയിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, ചിലവർ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് പോവുക. അതായത് ഒരു 40 ആകുമ്പോഴേക്കും ഫാമിലിയായി സ്റ്റേബിൾ ആവുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു പ്രായം മുതൽ നമ്മൾ നേരത്തെ പഠിച്ചു, ആദ്യത്തെ 5 വയസ്സ് വരെ നമ്മൾ നല്ല മാതൃകയാവുക, പിന്നെ വീടു അല്ലേ? 5 മുതൽ 15 വയസ്സ് വരെ വീടു, 15 മുതൽ അങ്ങോട്ടുള്ള എല്ലാ വയസ്സും യൂഡുവാണ്. അവർ തീരുമാനം എടുക്കട്ടെ, നമ്മളത് മാനിക്കണം. കാരണം നമ്മൾ ആലോചിക്കുക, നമ്മളൊരു ഫ്രണ്ട് ആണെങ്കിൽ അതിൽ വല്ലാതെ ഇടപെടുമോ? ഇങ്ങോട്ട് വന്നാലല്ലേ നമ്മൾ അവിടെ അവർക്കൊരു ഐഡിയ കൊടുക്കുള്ളൂ. അവരും അതായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, നിങ്ങളോട് ആരെങ്കിലും പറയണം, നീ ചെയ്ത് ശരിയായില്ല, ഇതിലെല്ലാവരും 40 വയസ്സിന് മേലെയാന്ന് തോന്നുന്നു, അല്ലെ 18 വയസ്സിന് മേലെയുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനോ അമ്മയോ, നിങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾക്ക് അത് ഇഷ്ടാവോ? ഇല്ല, മിക്കവാറും ഇല്ല എന്നായിരിക്കും ഉത്തരം, അല്ലേ? ഇഷ്ടപ്പെടുമോ? ഈ പ്രായത്തിൽ നിങ്ങളെ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഓർ നോ? ഇല്ല.
അതേപോലെയാണ് കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ ഒരു കൗമാരം പണ്ടൊക്കെ 18 വയസ്സായിരുന്നു. ഇപ്പോൾ 15 വയസ്സ് മുതൽ അല്ലെങ്കിൽ 10 വയസ്സ് മുതൽ തന്നെ കുട്ടികൾ റെബലായി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് റെബലാവാന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി മെച്ചുവർ ആയിട്ടുണ്ട്. കാരണം അവർ ഫാസ്റ്റാണ്. അവർ കുറച്ചുകൂടി അവരുടെ ഈ ഫിസിയോളജി ചേഞ്ചസ് പെട്ടെന്നായിരിക്കും. അവരുടെ ഐഡിയാസ് പെട്ടെന്നായിരിക്കും. അവർ കാര്യങ്ങൾ കൂടുതൽ പെട്ടെന്ന് പഠിക്കല്ലേ. അപ്പോൾ അവർ കുറച്ചുകൂടി നേരത്തെ മെച്ചുവറാവും. അപ്പോൾ നമ്മൾ അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ തീരുമാനങ്ങളെ ഖണ്ഡിക്കാൻ നിൽക്കരുത്. അതിനെ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ അവിടെ ഒരു ഡിസ്കഷൻ നടത്തുക. അതാണ് വേണ്ടത്. നിങ്ങൾ ആലോചിച്ചാൽ ഇവരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യില്ലേ, അതേപോലെ ഒരു ഫ്രണ്ട് ആയിരിക്കണം നിങ്ങൾ വീട്ടിൽ. സ്കൂളിൽ വേറെ ഫ്രണ്ട് ഉണ്ടാവും, പക്ഷെ വീട്ടിലത്തെ ഫ്രണ്ട് നിങ്ങളായിരിക്കും. ഓക്കെ. അപ്പോൾ 40 വയസ്സായി. പിന്നെ 40 മുതൽ 60 വയസ്സ് വരെ ട്രാൻസിഷൻ പീരീഡ് ആണ്. അതായത് ആ കുട്ടി മിക്കവാറും സ്റ്റേബിളായി ഉണ്ടാവും. പിന്നെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ്. ഒരു മെന്റർഷിപ്പ് തുടങ്ങേണ്ട സമയമാണ്. അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന സമയമാണ് 40 മുതൽ 60 വരെ. ഇത് സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാവുന്ന കസേര കളി നടക്കും. പല വീടുകളിൽ നടക്കണ അമ്മായിമ്മ പോരുണ്ടാവും. ചില വീടുകളിൽ കാരണവന്മാർ ഇല്ലേ, കാരണവന്മാരെ പലർക്കും ഇഷ്ടമല്ല. ചില സംഘടനകളിലും അത് സംഭവിക്കാറുണ്ട്. അതെന്താ? ഈ കസേര കളി. അധികാരം കൈമാറില്ല. അധികാരം കൈമാറാത്ത കാരണം യുവതലമുറ അവര് മെച്ചുവർ ആയിരിക്കില്ല. അവിടെ ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണം. ഓക്കെ. അപ്പോൾ 40 മുതൽ 60 വരെ അടുത്ത തലമുറയെ ട്രെയിൻ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ അവരെ കൂടെ നിൽക്കണം. ആദ്യം നമ്മൾ നല്ല മാതൃകയായിരിക്കണം. പിന്നെ അവർ കൂടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മൾ അകലെ നിന്ന് അവർ ചെയ്യുന്നത് കറക്റ്റാണോ തെറ്റാണോ അത് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം, ഉപദേശിക്കരുത്. എന്നാലും നമുക്ക് നല്ല തലമുറ വാർത്തെടുക്കാമല്ലോ. പലരും പറയുന്ന കാര്യം എന്താ? പുതിയ തലമുറ മോശമാണ്, ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കണില്ല. അവിടെ ഈ കണക്ഷൻ നിങ്ങൾ ആദ്യം വരുത്തുന്നുണ്ടോ എന്ന് നോക്കാം. എല്ലാ സംഘടനയിലും നിങ്ങൾ കണക്ട് ചെയ്യേണ്ടോ ആദ്യം എന്ന് നിങ്ങൾ ഒന്ന് പരീക്ഷിക്കുക. ഇത് നമ്മുടെ സ്റ്റാഫിൻ്റെ മാനേജ്മെന്റിലും ഇതേ ഇഷ്യൂ ഉണ്ടാവും. നമ്മളൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്താലേ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഉപദേശം നല്ലതല്ല വർണ്ണസാറെ എന്ന് മോഹൻലാൽ പറയണ പോലെ അല്ലേ? ഓക്കെ. 40 മുതൽ 60 വരെ അവര് സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്ന സമയമാണ്. നമ്മളും അവിടെ വോളണ്ടിയർ സർവീസുകൾ ചെയ്യണം, സേവനം ചെയ്യണം. നമ്മൾ ചെയ്യണം കണ്ടാലാണ് അവരും പഠിക്കുക. അത് നമ്മൾ ചെയ്യണം. 60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആണ് ശരിക്ക്. അത് ഏത് മേഖലയിലാണ്? അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവരായിട്ട് നിന്നാൽ മതി, ഒന്നും ചെയ്യരുത്. ചോദിച്ചാൽ ചെയ്യുക. നമ്മൾ ചില ചടങ്ങുകളൊക്കെ കണ്ടില്ലേ, കാരണവർ അവിടെ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ഇത് ചെയ്യുക, അത് ചെയ്യുക, ആ സമയത്ത് ചിലപ്പോൾ കൊണ്ടുവരും. അതുപോലെ ആയിരിക്കണം. അവിടെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും. അല്ലെങ്കിൽ എന്ത് പറ്റുക വെച്ചാൽ കലഹം ഉണ്ടാവും. നമുക്കും വിഷമാവും, അവർക്കും ദേഷ്യമാക്കി വരാം. നമ്മുടെ പത്രത്തിലേക്ക് കുറെ മോശം വാർത്തകൾ കാണാറുണ്ട് ഇല്ലേ? ആൾക്കാർക്ക് പേടിയാവും. അപ്പോൾ 1 വയസ്സ്, 3 വയസ്സ്, 6 വയസ്സ്, 12 വയസ്സ്, 18 വയസ്സ്, 40 വയസ്സ്, 60 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് ബേസിക് ഹ്യൂമൻ സൈക്കോളജി. കുട്ടിയായാലും വലിയവരായാലും നമ്മൾ ഈ രീതിയിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്യുക, പിന്നെയാണ് കറക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ നല്ല മാതൃകയാവുക, ഒപ്പം അവരെ കൂടെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെന്താണ് നമ്മൾ നല്ല മാതൃകയായി, നമ്മൾ അവരൊപ്പം കാര്യങ്ങൾ ചെയ്തു. പിന്നെന്താ ചെയ്യുക? പിന്നെ അവർക്ക് വിട്ടുകൊടുക്കുക. എന്നാലേ അവർ ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. യെസ്, ഐ ഡു, വി ഡു, യു ഡു. അത് ഓർത്ത് വെച്ചാൽ സിമ്പിളാണ്. ഐ ഡു, വി ഡു, യു ഡു. ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് എടുക്കാം. പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്ന പ്രശ്നങ്ങൾ, മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം. ഞാൻ നേരത്തെ പറഞ്ഞു, മൊബൈൽ ഫോൺ അവരൊരു കൂട്ടുകാരനാണ്. എന്തുകൊണ്ടാണ് ഒരു കൂട്ടുകാരനായ നമ്മളില്ലാത്ത കാരണം? അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അതിൽ കണക്ട് ചെയ്യാൻ നോക്കണം. കുട്ടികൾ പലപ്പോഴും മൊബൈൽ ഫോൺ എടുക്കുന്നത് അവർ ബോറടിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യേണ്ടത്? അവർക്ക് പലതരം കായിക വിനോദങ്ങളിലോ അല്ലെങ്കിൽ വേറെ കലാപരമായിട്ടോ എന്തെങ്കിലും ഒരു റീപ്ലേസ്മെന്റ് ആക്ടിവിറ്റി അവർക്ക് കൊടുക്കണം.
അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഒരു കടലാസിൽ. വേണമെങ്കിൽ അവരോട് പറയാം, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്നതാണ്, നിന്റെ വിനോദങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക, ഇന്നത് ഇന്ന സമയത്ത്. അതിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും നമ്മളൊരു സമയം കൊടുക്കുക. നമ്മളൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പണ്ട് എല്ലാവരും പറയും ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ ഇറച്ചി മീനും കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പൊതു നിയമങ്ങളൊന്നുമില്ല. എല്ലാം മിതമായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ ശീലിക്കണം. നമ്മളും ശീലിക്കണം, കുട്ടികളും ശീലിക്കണം. അപ്പോൾ മൊബൈൽ സ്ക്രീൻ ഉപയോഗിക്കാനും നമ്മൾ സമയം കൊടുക്കുക. പിന്നെ വേറെ കാര്യം, ഇപ്പോഴത്തെ ജെൻസി കുട്ടികളുടെ അടുത്ത് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കാം, എടാ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്തൊക്കെയാണ്? അപ്പോൾ അവർ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ നല്ല ഇൻട്രസ്റ്റോട് കൂടി കേൾക്കുക. ഒന്നും മനസ്സിലായില്ലെങ്കിലും നല്ല ഇൻട്രസ്റ്റിൽ കേൾക്കുക. അപ്പോൾ അവർക്കും ഇഷ്ടമാവും നമ്മളെ, അല്ലേ? അവർക്ക് എല്ലാം ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവരോട് പറയാം, എടാ ഇതിലത്തെ സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരും, ഇത് വർക്ക് ചെയ്യുന്നില്ല. അവരെ സഹായം ചോദിക്കുക. അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. നമുക്കറിയാം മറ്റേ പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് പല ഫ്രീക്കന്മാരെന്ന് പറഞ്ഞ ആൾക്കാരാണ് എല്ലാവരും സഹായിച്ചത്. കാരണം അവർക്ക് നല്ല എനർജിയാണ്, അവർ സഹായിക്കാനും ഇഷ്ടമാണ്. നമ്മൾ അവരെ അതൊന്ന് ഗൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ ഇത് മനസ്സിലാക്കാം. പക്ഷേ അവിടെ ഒരു കാര്യം വിട്ടുപോയത്, വി ഷുഡ് മോഡൽ. നമ്മൾ നല്ല മാതൃകയാവണം. അവിടെ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഫോൺ എന്തോരം ഉപയോഗിക്കണം നമ്മൾ നോക്കുക. പലപ്പോഴും നമ്മൾ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ടാവും. നടക്കുമ്പോൾ നമ്മൾ സംസാരിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും, ചിലർ ടോയ്ലറ്റ് പോകുമ്പോഴും ഈ മൊബൈൽ കൊണ്ടുപോകും. അപ്പോൾ കുട്ടി എന്താ പഠിക്കുന്നത്? ഈ സാധനം എപ്പോഴും കൊണ്ടെടുക്കണ ഒരു സാധനമായിട്ടാണ് കുട്ടി കാണുക. നമ്മൾ നല്ല മാതൃകയായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഒഴിവാക്കാം, നടക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത്, ഫോൺ ഇരിക്കുമ്പോഴോ ടേബിൾമേ ഇരിക്കുമ്പോഴോ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോഴാണ് നമുക്കും അവരോട് പറയാൻ ഒരു വോയിസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഉള്ള അക്കാഡമിക്സ് ആണ്. കുട്ടികൾ പഠിക്കില്ല എന്ന് പരാതി. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, പലർക്കും പല രീതിയാണ് അവർ പഠിക്കുന്നത്. ചിലർ പെട്ടെന്ന് ആയുർവേദത്തിൽ പറയും, ചിലർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, പക്ഷെ പെട്ടെന്ന് മറന്നു. ചിലർ പഠിക്കാൻ താമസിക്കും, പക്ഷെ അവരെ മെമ്മറിയിൽ അത് നല്ലോണം നിൽക്കും. ഇങ്ങനെ പല രീതികളിലാണ് ഓരോരുത്തരുടെ ലേണിംഗ് പവറും മെമ്മറി പവറും. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അവർക്കൊരു ടൈം ടേബിൾ വെക്കുക പഠിക്കാനായിട്ട്. അവരോട് തന്നെ പറയാം, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സമയം എപ്പോഴാണ്, ആ സമയത്ത് അവർ പഠിക്കട്ടെ. ചിലവർ പകലിരുന്ന് പഠിക്കും, രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ചിലവർക്ക് രാത്രി ഇരുന്ന് പഠിക്കലാണ്. അത് നമ്മൾ മാറ്റാൻ നിൽക്കാണ്ടിരിക്കാൻ നല്ലത്. കാരണം അത് അവരുടെ ശീലമാണ്. നമുക്ക് റിസൾട്ട് കിട്ടിയാൽ മതി, അല്ലേ? ഇനി അഥവാ അവർ രാത്രി ഇരുന്ന് പഠിക്കുകയാണ്, നമുക്കത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നോക്കുക, അവർക്ക് എന്തെങ്കിലും ക്ഷീണോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ടോ നോക്കുക. രാവിലെ എഴുന്നേൽക്കാൻ വൈകുക, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം നോക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരോട് പറയേണ്ട ഡയലോഗ് എന്താ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ രാത്രി ഒന്നും പഠിക്കേണ്ടെന്ന്. അങ്ങനെയല്ല. എന്താണ് നിങ്ങൾക്ക് പറ്റിയ ക്ഷീണം തോന്നുന്നത്? എന്താ ക്ഷീണം തോന്നാൻ നിങ്ങൾക്ക് കാരണം? അവർ പറയും രാത്രി ഇരുന്ന് പഠിച്ചിട്ടാണ്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. എനിക്ക് തോന്നണ നേരത്തെ വായിക്കുക, അല്ലെങ്കിൽ രാവിലെ ഇരുന്ന് വായിക്കുക. അങ്ങനെ നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അവരെ കൊണ്ട് സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക. ഇതിനെയാണ് നമ്മൾ പറയാ നാച്ചുറൽ കോൺസിക്വൻസസ്. ലെറ്റ് ദം എക്സ്പീരിയൻസ് നാച്ചുറൽ കോൺസിക്വൻസ്. സ്വാഭാവികമായ ഒരു കോൺസിക്വൻസ് അവർ അനുഭവിക്കട്ടെ. വേറെ ഉദാഹരണം പറയാം, കുട്ടികൾ ഹോംവർക്ക് ചെയ്തില്ല. പല വീടുകളിലും അമ്മമാർ ഹോംവർക്ക് ചെയ്യാൻ കുട്ടികളെ പുറകെ പോകും, പക്ഷെ കുട്ടികൾ അത് ചെയ്യണമെന്നില്ല. അപ്പോൾ ടീച്ചർ ചീത്ത പറയും. ടീച്ചർ ചീത്ത പറഞ്ഞാലോ നമ്മൾ അവരോട് ചോദിക്കും, ടീച്ചർ എന്താ ചീത്ത പറഞ്ഞ? ഹോംവർക്ക് ചെയ്യാതെ. ഓക്കെ, അടുത്ത തവണ എന്താ ചെയ്യുക? ഈ ചീത്ത കേൾക്കാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഹോംവർക്ക് നേരത്തെ ചെയ്യണം. അപ്പോൾ അവനോട് നമുക്ക് ഒരു ഹോംവർക്ക് ടൈം കണ്ടെത്താം. എത്ര മണിക്ക് നിൽക്ക് വേണ്ടേ? ടൈം ടേബിളിൽ എഴുതിയ നമ്മൾ അവരൊപ്പം നിന്ന് സൊല്യൂഷൻ കണ്ടെത്താം. ആ കുട്ടി നമ്മളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, പിന്നെ അക്കാഡമിക്സിലും നമ്മൾ കമ്പയർ ചെയ്യരുത്. ആർക്കും കമ്പാരിസൺ ഇഷ്ടമല്ല. പിന്നെ അവരെ എഫേർട്ടിനെ നമ്മൾ മാനിക്കുക. ഇപ്പോൾ ചില കുട്ടികൾ നല്ലോണം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ പറയണ്ട, നീ നല്ലോണം പഠിച്ചു. മാർക്ക് മാത്രമല്ല നമ്മൾ പറയാം, നീ നല്ലോണം പഠിക്കുന്നുണ്ട് കേട്ടോ. ആ കുട്ടി നമ്മളായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നും. ഓക്കെ, പിന്നെയുള്ള ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളാണ്. ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ
അവരോട് ഡെയിലി ചോദിക്കേണ്ടത് നിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, വീട്ടിൽ ആരൊക്കെയാണ്, നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ അവരോട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ചിലപ്പോൾ അവർ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ ചോദിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം എന്താ. പക്ഷെ അങ്ങനത്തെ ഒരു ശീലം നമ്മൾ കൊണ്ടുവരാം. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ തന്നെ സ്വയം പറയും, എൻ്റെ ഈ ഫ്രണ്ട് ഇങ്ങനെ ചെയ്തു. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവരെന്താ പറയുക, എൻ്റെ ഈ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യും. ഈ കാര്യം നമ്മൾ വലുതാവുമ്പോഴും ചെയ്യിപ്പിക്കുക. ഇടയ്ക്ക് അവരെ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിക്കുക. അപ്പോൾ നമുക്കറിയാം, നേരിട്ട് അറിയാൻ പറ്റും ആരൊക്കെയാണ് ഫ്രണ്ട്സ്, അവരുടെ സ്വഭാവങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി എങ്ങാനും ഏതെങ്കിലും ഫ്രണ്ട് മോശം നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, എടാ നിന്റെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ ഒന്നും പറയില്ല. ചിലപ്പോൾ വേറൊരു ദിവസം അവർ പറയും, ഇന്ന കുട്ടിക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് അവരോടൊന്ന് അവെയർ ആയിരിക്കാൻ പറയാം. അല്ലാണ്ട് അവിടെ പോയിട്ട് നീ അവരോട് മിണ്ടണ്ട, ഇനി ജന്മം ഉണ്ടെങ്കിൽ അയാളുടെ ആ കൂട്ടം കൂടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി സമ്മതിക്കുമോ? ആ കുട്ടി റിബല്ലാവുള്ളൂ. അപ്പോൾ നമ്മൾ അവരായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ. പിന്നെ ഇതേപോലെ നമുക്കും നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. നമ്മൾ എങ്ങനെയാണ് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് അത് കുട്ടികൾ കാണട്ടെ. ഇതേ കാര്യം അഡിക്ഷൻ്റെ കാര്യത്തിൽ, ലഹരി ഉപയോഗത്തിൽ കുട്ടികൾ, നമ്മൾ വീട്ടിലിരുന്ന് സിഗരറ്റ് വലിച്ച് കുട്ടികളോട് സിഗരറ്റ് വലിക്കേണ്ടെന്ന് പറഞ്ഞ് സമ്മതിക്കുമോ? അത് നമ്മൾ ശ്രദ്ധിക്കുക. അഡിക്ഷൻ്റെ കാര്യത്തിൽ, ഈവൻ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ അവരോട് ചോദിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഡ്രഗ്സിനെ കുറിച്ച് അറിയാം. നമ്മൾ അവരോട് ഓപ്പണായിട്ട് ചോദിക്കുക. നമ്മളൊന്നും സീക്രട്ടായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അവരോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ സ്കൂളിൽ ഡ്രഗ്സിൻ്റെ സ്ക്വാഡ് ഉണ്ടോ, ഏതെങ്കിലും കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ, എന്നിട്ട് ഇങ്ങനെ ന്യൂസിലുണ്ടായിരുന്നല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവർ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുക. നമ്മൾ പല കാര്യങ്ങളും ഒളിച്ചും പാത്തും വെക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആവുക, കണക്ട് ചെയ്യുക. ഓക്കെ. ഇനി അപ്പോൾ നമ്മുടെ പാരൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് കണക്റ്റിംഗ് ആണ്. കണക്ട് ബിഫോർ കറക്റ്റ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർ ചെയ്ത കാര്യങ്ങൾക്ക് അല്ലേ. നമ്മളെല്ലാ പരിപാടിക്കും നന്ദി പറയാൻ പറയും. എന്തിനായി നന്ദി? ആ അപ്രീസിയേഷനാണ്. അപ്രീസിയേഷൻ പല രീതിയിലാവും. എപ്പോഴും സമ്മാനങ്ങൾ കൊടുക്കണമെന്നില്ല. ഇടയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമായിരിക്കും, നമ്മൾ അവരെ കൊണ്ടുപോകുക. അല്ലെങ്കിൽ എന്ത് പറ്റും, ഫ്രണ്ട്സ് അവരെ കൊണ്ടുപോകും. പിന്നെ ഇതിൽ നല്ലതും ചീത്ത എന്തൊക്കെയാണെന്ന് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാം. കണക്ട് ചെയ്താലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ചില സമയത്ത് അവർ സ്വയം അനുഭവിക്കാൻ, നമ്മൾ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അനുഭവിക്കാൻ നമ്മൾ ഗ്യാപ്പ് കൊടുക്കുക. ആ കോൺസിക്വൻസ് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അവരെ റെസ്ക്യൂ ചെയ്യേണ്ടത്. അവരെ ചീത്ത പറയാതെ, അവരെ ശാസിക്കാതെ നമ്മൾ അവരെ റെസ്ക്യൂ ചെയ്യുക. അവരോട് പറയാം, സംഭവിച്ചു, കുഴപ്പമില്ല, നമുക്ക് ഇതിന് പരിഹാരം കാണാം, എന്താ ചെയ്യേണ്ടത് അവരോട് തന്നെ ചോദിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മൾ നല്ല മാതൃകയാവുക. കുട്ടികൾ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളും അതിൽ ഒരു മിതത്വം പാലിക്കണം. കുട്ടികൾ ദേഷ്യപ്പെട്ട് സംസാരിക്കാണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാവണമെങ്കിൽ നമ്മൾക്കും നല്ല സ്വഭാവം ഉണ്ടാവണം. നമ്മളും നമ്മളെ കാരണന്മാരെയും മുതിർന്നവരെയും വീട്ടിലുള്ള അച്ഛനമ്മമാരെയും എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറുക അത് കുട്ടികൾ കണ്ടുപഠിക്കും. അതുകൊണ്ട് നമ്മുടെ വീട്ടുകാരോട്, അതുമാത്രമല്ല നമ്മുടെ ബന്ധങ്ങളിലും നമ്മൾ ആരും കുറ്റം പറയരുത്. ഇതും കുട്ടികൾ കാണും. ഗോസിപ്പ് അടിക്കരുത്, ഇതും കുട്ടികൾ കണ്ടുപഠിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി പാരൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അത് ജെൻസി ആയാലും ഏത് കാലഘട്ടമായാലും ഇതാണ് ബേസിക് തിയറി. പിന്നെ സ്പീഡിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസം ഉണ്ടാവുക. ആദ്യം കണക്ട് ചെയ്യുക, പിന്നെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആര്യ ഡോക്ടറെ? താങ്ക് യു അരുൺ ഡോക്ടറെ. ക്ലാസ് വളരെ ഭംഗിയായിട്ട് നടന്നു. ഇനി ഇതില് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പങ്കുവയ്ക്കാം. അത് ബാക്കിയുള്ളവർക്കും കൂടി അതൊരു ഉപകാരമാവും. തീർച്ചയായിട്ടും ഡോക്ടർ അതിനുള്ള മറുപടികൾ നൽകുന്നതായിരിക്കും. ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരൊക്കെ പാരന്റ്സ് ആണെന്ന് കരുതുന്നു. അപ്പോൾ ഷെയർ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. ഹലോ, ഞാൻ ഡോക്ടർ വിഷ്ണു. കേൾക്കാമോ? കേൾക്കാം ഡോക്ടറെ. ഓക്കെ, ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയാണ്.
ഒരു പാരൻസിങ് ഇതിലുള്ള രീതിയിലല്ല ഞാൻ ചോദിക്കുന്നത്. ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. നമുക്ക് ഇപ്പം കുറെ ഈ ഡോക്ടർ പറഞ്ഞ പോലെ, നേരത്തെ ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ, കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ അഡിക്ഷൻ, ഈവൻ ഡ്രഗ് അഡിക്ഷനേക്കാട്ടിലും കൂടുതൽ വരുന്നത് മൊബൈൽ അഡിക്ഷൻ ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരു കുട്ടികളിൽ നമ്മളിപ്പം എത്ര നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും, ഈവൻ കുട്ടികൾ ഇത് ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ പോലും പാരൻസ് അവര് കുറച്ച് റിലാക്സേഷൻ കൊടുക്കുന്നു. ഞാൻ അവരുടെ സാധാരണ വരുന്ന കുട്ടികൾ, കണ്ണിന് പ്രശ്നമായിട്ടും ഒക്കെ വരുന്ന പേഷ്യൻസ് കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ പേരൻസിന്റെ അടുക്ക പറയുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്തിടുക, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക്, ഒരു 10-15 ദിവസത്തേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഡിറ്റാച്ച്ഡ് ഫ്രം ദാറ്റ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് നാളെ പിറ്റേ ദിവസം അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴോ കുട്ടികൾ വന്ന് ചോദിക്കാൻ നേരത്ത് അവര് തന്നെ അത് അൺലോക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നേക്കാം. അങ്ങനെ ഒരു കണ്ടീഷൻ വരാൻ നേരത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെന്നല്ല, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈവൻ പാരന്റ്സ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും, പാരന്റ്സിന്റെ ഫോൺ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഫോൺ യൂസ് ചെയ്യുക. മൊബൈൽ അഡിക്ഷൻ ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക? അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഈവൻ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവര് കുട്ടികളെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ അവർ വിചാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുട്ടികൾക്ക് എന്തോ ഒരു ദോഷം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. അതുകൊണ്ട് ചോദിച്ചാ. ഡോക്ടറെ, ഇവിടെ ഈ കണക്ഷനാണ് ഒരു ഇഷ്യൂ, പിന്നെ സ്പീഡാണ് വേറൊരു ഇഷ്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾ മെച്ചുവറായി അല്ലെങ്കിൽ റെബലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സേഫ്റ്റി ആയിരിക്കണം നമ്മുടെ മെയിൻ അജണ്ട. സേഫ്റ്റി ഇൻ ദ സെൻസ് അവർക്ക് അതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുക, പിന്നെ അതിൻ്റെ കോൺസിക്വൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ അവരെ കണക്ട് ചെയ്ത് അവർക്കൊരു പരിഹാരം കണ്ടെത്താൻ നോക്കും. ഡോക്ടർ, ഞാൻ പറഞ്ഞതിന്റെ ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ഒരു ട്യൂഷൻ ക്ലാസ്സിലെ ഒരു സാറ് ചീത്ത പറയുക, അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിലെ ഒരു സാറ് അടിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് എന്ന് പാരന്റ്സ് കരുതുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. അതിന് പാരന്റ്സിനല്ലേ അവയർനെസ് കൂടുതൽ വേണ്ടത് പാരന്റ്സിനാണ്. ഇവരോടൊക്കെ പറയുന്നത് മനസ്സിലാക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഈവൻ പാരന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും കുട്ടികൾ ജെൻസി എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവര് പാരന്റ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പാരന്റ്സിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് ഗ്രാൻഡ് പാരന്റ്സിനെ കൺവിൻസ് ചെയ്തിട്ട് അവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊരു പ്രോബ്ലം ആണ്. കാരണം ഇവിടെ അത് ഈ പാരന്റിങ്ങിന്റെ ഒരു ഇഷ്യൂ ആണ്. കാരണം ഗ്രാൻഡ് പാരന്റിന് നമ്മൾ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടാവും. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ വീട്ടിലെ എല്ലാവരും കൂടിയും ഒരുമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇപ്പോ പല പാരന്റിങ്ങിലും എന്താ സംഭവിക്കുക, അച്ഛനും അമ്മയുണ്ട്, അമ്മയായിരിക്കും കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം, അല്ലേ? പല റെമഡിയൽ ട്രെയിനിങ്ങിലൊക്കെ വരുമ്പോൾ അച്ഛൻ നോക്കണ്ടാവില്ല, അമ്മ. ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അച്ഛനും ഡോക്ടർ പറഞ്ഞ ഇതേ ഇഷ്യൂ, മൊബൈൽ സ്ക്രീൻ, കുട്ടി എപ്പോഴും മൊബൈൽ ഉപയോഗിക്കുന്നു, നീ നോക്കണില്ലേ കുട്ടീനെ. ഈ അമ്മ ഇതിന്റെ ഇടയിൽ പെടാണ്. അവിടെ കുട്ടി പറയാണ്, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ കുഴപ്പം, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ കുട്ടിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് അവിടെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു വെച്ചാൽ, കുട്ടിക്ക് എന്തോ ആൾക്ക് ഇങ്ങനത്തെ എന്തോ ഐ ഇഷ്യൂസ് വന്നു, കണ്ണ് ഡ്രൈ ആവുക എന്താണ്. അപ്പോൾ അവര് അൺഹാപ്പി ആയ സമയത്ത് ഈ അമ്മ അവരോട് സംസാരിച്ചു, എന്നിട്ട് പറഞ്ഞു, കുട്ടിയായിട്ട് കണക്ട് ചെയ്തു, എന്തായിരുന്നു പ്രോബ്ലം, ഇത് സോൾവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി തന്നെ പറഞ്ഞു, ഞാൻ ഫോൺ കൂടുതൽ യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അമ്മ കുട്ടിയായിട്ട് കണക്ട് ചെയ്ത് ശേഷം കുറച്ച് ടൈം എടുത്തു കേട്ടോ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്താൻ. പിന്നെ ഈ അച്ഛൻ്റെ അടുത്ത്, ഈ അച്ഛൻ ഒരു കാരണവശാലും ആള് സമ്മതിക്കില്ല, ഇപ്പോഴും അത് സോൾവ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ
അച്ഛന്റെ ഭാഗത്ത് ഫോൾട്ടാണ്. അച്ഛൻ കണക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അവിടെ ഈഗോ ആണ് പ്രശ്നം. ഉം, ഇതേ ഉം, സംഭവമാണ് ഡോക്ടർ പറയണ അമ്മാമ്മ അല്ലെ ഗ്രാൻഡ് പാരന്റ്സ്. ഉം, ഉം, ഒരു ഏജ് കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരന്റ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വലുതും മനസ്സിലാവും അവർക്ക്. ഉം. ഇല്ല. അപ്പോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വി ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസ്. Yes. പിന്നെ അവയർനെസ് കൊടുക്കുക. അവയർനെസ് ആണ് മെയിൻ തിങ്. ഗ്രാൻഡ് പാരന്റ്സിന് അവയർനെസ് കൊടുക്കണം, പാരന്റ്സിന്. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുമ്പോൾ കുട്ടീനെ കൗൺസിലിംഗ് ചോദിക്കുമ്പോൾ നിങ്ങളാദ്യം മനസ്സിലാക്കുന്ന ഞാൻ പറയാം. ഇതിനകത്ത് വേറെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഈ ഫോണിനകത്ത് സംശയമോ അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പിള്ളേരുടെ തന്നെ, ഈ കുഞ്ഞുങ്ങളുടെ അടുക്ക തന്നെ ചെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതെ, അവരത് എക്സ്ക്യൂസ് ചെയ്യും. ബേസിക്കലി നമ്മൾ നല്ല മോഡൽസ് ആയിരിക്കണം. അതുകൊണ്ടാണ് പറയണത് മൊബൈൽ ഫ്രീ ടൈം നമ്മൾ വീട്ടിൽ കണ്ടെത്തണം. ഇപ്പൊ നമ്മളായാലും എന്താ ചെയ്യാ, ഏത് നേരം ഫോൺ നോക്കും അല്ലെ. ഇപ്പോ നമ്മൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്, എത്ര തവണ നമ്മൾ മൊബൈലിൽ മെസ്സേജുകൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ നടന്നിട്ട് സംസാരിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ദേശകാല ബോധം ഇല്ലാണ്ടായിരിക്കും സംസാരിക്കുക അല്ലെ. അപ്പോൾ നമുക്ക് കുട്ടികളെ ഉപദേശിക്കാൻ പറ്റില്ല. കുട്ടികൾ അതാ പറയണത്, കുട്ടികൾ ദേ ആർ ഒബ്സർവിങ് അസ്, ദേ ആർ ഒബ്സർവിങ് അവർ മാനറിസം, ദേ ആർ റെപ്ലിക്കേറ്റിംഗ് അസ്. അതുകൊണ്ട് നമ്മൾ നല്ല മാതൃകയായിരിക്കണം. നമ്മൾ മൊബൈൽ ഫ്രീ സോൺ നമ്മൾ വീട്ടിൽ കണ്ടെത്താം. വീട്ടിൽ വന്നാൽ മൊബൈൽ മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഈ ആൾക്കാർ ജോലിയുടെ കാര്യം പറയും, ആഫ്റ്റർ 5 നമ്മൾ ജോലി മാറ്റി വെച്ച് വീട്ടിലെ കാര്യം നോക്കാം. കുട്ടികൾക്കായാലും ഇപ്പോൾ എന്താ, സ്കൂൾ കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന വീട്ടിൽ ഹോംവർക്ക്, അത് കഴിഞ്ഞാൽ ട്യൂഷൻ. ചെറിയ ക്ലാസ്സിൽ LKG പഠിക്കുന്ന കുട്ടിക്ക് എന്തോ ട്യൂഷൻ ഒരു ദിവസം. എന്താ ഇതിനൊക്കെ പറയാ. അപ്പോൾ പാരന്റ്സ് അവെയർ ആയിരിക്കാം. പാരന്റ്സ് ഡെസ്പറേറ്റ് ആവണം. നമ്മൾ ഡെസ്പറേറ്റ് ആവരുത്. നമ്മൾ ഈ ഫേസ് നമ്മൾ മനസ്സിലാക്കുക. കുട്ടി പഠിക്കും, പക്ഷെ അതിനൊരു സ്പീഡ് ഉണ്ട്. ആ സ്പീഡ് നമ്മൾ മാനിക്കുക. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാട്ടെ. നമ്മളിപ്പോ ആയുർവേദത്തിലാണെങ്കിൽ ധാര, അതുപോലത്തെ ഈ സെൻസറി തെറാപ്പീസ് എന്നൊക്കെ പറയും. കാരണം ഇതിലൊരു സെൻസറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. കാരണം നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, അതിൽ ഓരോ ഇന്ദ്രിയത്തിനെയും നമുക്ക് ഒന്ന് അതിനെ മോഡുലേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് നസ്യം, അതുപോലെ ധാരകൾ, അതുപോലെ ശരീരത്തിൽ ചെയ്യുന്ന ഉദ്വർത്തനം, ഇങ്ങനത്തെ കുറെ കാര്യം ചെയ്യുമ്പോഴും കുട്ടികൾ നല്ല മാറ്റങ്ങളുണ്ടാവും. അഡിക്ഷൻസ് മാറ്റാൻ നമുക്ക് നല്ല. അതുപോലെ നമ്മുടെ ആയുർവേദത്തിലുള്ള ശോധന തെറാപ്പീസ് കുട്ടികൾക്ക് പറ്റുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, അതുപോലെ മെഡിക്കേഷൻ, ഡയറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ അത് നമ്മുടെ ആയുർവേദത്തിൽ ശരിക്കും ഇറ്റ്സ് എ ഗുഡ് പാക്കേജ്. ഒരു ആയുർവേദ തെറാപ്പി, ഒരു ആയുർവേദ ഡോക്ടറെ ഇവർ സമീപിച്ചാൽ തന്നെ ഇവർക്ക് കുറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അതുപോലെ ഒരുമിച്ച് മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ളതും കൂടി ഉണ്ടല്ലോ ഡോക്ടറെ. ഇപ്പൊ പാരന്റ്സ് ആയാലും ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുട്ടികൾ തന്നെയാണ് അത് തീർത്തു കൊടുക്കുന്നത് പാരന്റ്സിന്. അപ്പോൾ എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ അവരോട് കൂടെ അവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുക. അതുപോലെ അതിനായിട്ടൊരു സമയം വെക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഇപ്പൊ ഇപ്പം പുതിയൊരു ട്രെൻഡാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ആരും മൊബൈൽ ഉപയോഗിക്കാത്ത, ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും മൊബൈൽ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ഒരു ഇതും കൂടി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ഫാമിലി ലൈഫും കൂടി ഉണ്ടാവും എന്നാണ് ഒരു അഭിപ്രായം. നല്ലൊരു ഗുഡ് ഓപ്ഷൻ ആണ് ഡോക്ടർ. അതെ ഡോക്ടറെ, നമ്മൾ പണ്ട് ഉപവാസമൊക്കെ പറഞ്ഞില്ലേ, ഭക്ഷണം മാത്രമല്ല, അതായത് ആഹരിക്കുന്ന എന്തും ഉപവസിക്കുക. ഇപ്പോൾ ഭക്ഷണം വായിൽ കൂടെ, കാണുന്ന ഒരു സാധനം നമ്മൾ ഒന്ന് ഫാസ്റ്റ് ചെയ്യുക, ഡീടോക്സ് ചെയ്യുക, കേൾക്കുന്ന ഒരു സാധനം ഡീടോക്സ് ചെയ്യുക, ഫീലിങ്സ് ഡീടോക്സ് ചെയ്യുക. ഇങ്ങനെ പല രീതിയിലുള്ള ഡീടോക്സ് നമ്മുടെ ആയുർവേദത്തിൽ കുറെ ഡീടോക്സുകൾ ഉണ്ട്. ഇതും നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. ഇനി ആരെങ്കിലും ഇതില് പേരുകള് പറയണോ? ഷെയർ ചെയ്യാം. നിങ്ങളുടെ അനുഭവങ്ങൾ തന്നെ പറഞ്ഞോളൂ. അപ്പൊ എല്ലാവർക്കും അത് ഒരു പാഠമാവുകയും ചെയ്യും. ഓക്കെ, ആർക്കും സംശയങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് അതൊക്കെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഡോക്ടറെ? ഇത് കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടറെ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. ഇനി ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവര് ഡോക്ടറെ കോൺടാക്ട് ചെയ്തോട്ടെ. ഡോക്ടർ നമ്പർ ഒന്ന് ഷെയർ ചെയ്യോ? നമ്പർ 949 555 11 32. 949 555 1132. Yes, thank you. Okay. Thank you.
ഡോക്ടറെ വളരെയധികം നന്ദി. വനിതാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു ഓൾ.